ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മൈദയോ മുട്ടയോ ഓവനോ ബീറ്ററോ ഒന്നുമില്ലാതെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും പഞ്ഞി പോലെ സോഫ്റ്റുമായിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. റവ കസ്റ്റാർഡ് കേക്കാണ് ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം ഞാനിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ ഞാനിവിടെ 250 ml കപ്പിലാണ് 1 കപ്പ് എടുത്തിട്ടുള്ളത്. വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. വറുക്കാത്ത റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് രണ്ടും കൂടി നന്നായിട്ട് ഇനി ഒന്ന് പൊടിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. പാലെടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ റവയെല്ലാം ഒന്ന് കുതിർന്ന് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് വരും. ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. റവയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത പാലെല്ലാം ഒന്നും കൂടെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ്. ഞാനൊരു വാനില ഫ്ലേവറിൻ്റെ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടെ വേണം. അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി കട്ടകളില്ലാതെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഇതുപോലുള്ള ഒരു കേക്ക് ടിന്നിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഫുള്ളായിട്ടും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഫുള്ളായിട്ടും ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ടാപ്പ് ചെയ്തും കൂടെ എടുക്കണം. അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒന്ന് ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ സാധാരണ ഒരു അലുമിനിയം പാത്രത്തിലാണ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവനൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇതുപോലെ സാധാരണ ഒരു അലുമിനിയം പാത്രത്തിൽ 5 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു റിങ്ങും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്ന് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 30 മിനിറ്റ് മുതൽ ഒരു 35 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 35 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇത് ബേക്ക് ആയിട്ടുണ്ടോയെന്ന് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കാം. ക്ലീനായിട്ട് വരുന്നുണ്ടെങ്കിൽ ബേക്കായി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു 5-10 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്ത് എടുക്കേണ്ടതാണ്. ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ഇനി ബേക്കായി വന്നിട്ടുണ്ട്. എനിക്കിവിടെ ഇതിവിടെ ബേക്കായി കിട്ടാനായിട്ട് ഒരു 35 മിനിറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാനായിട്ട്. ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അതിൽ വെച്ചിട്ടുള്ള ബട്ടർ പേപ്പറും കൂടെ ഒന്ന് മാറ്റി കൊടുക്കാം. ബട്ടർ പേപ്പറൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം.
നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല സോഫ്റ്റുമായിട്ടുള്ള കേക്കാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഓവനോ ബീറ്ററോ ഒന്നും ആവശ്യമില്ല. മൈദയോ മുട്ടയോ ഒന്നും ചേർക്കാതെയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാനും മറക്കരുതേ. എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.